വിലക്കയറ്റം നിയന്ത്രിക്കുവാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഫലപ്രദമായ യാതൊരു നടപടികളും സ്വീകരിക്കുന്നില്ലെന്ന് AITUC സംസ്ഥാന പ്രസിഡന്റ് TJ ആഞ്ചലോസ് പറഞ്ഞു. കേന്ദ്ര സർക്കാർ ഒന്നിലധികം തവണ ഇന്ധനവില വർദ്ധിപ്പിക്കുകയും ഇന്ധന സെസ്സിൽ കുറവ് വരുത്തുവാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകാതിരിക്കുകയും ചെയ്തതിന്റെ ഫലമായി നിത്യോപയോഗ സാധനങ്ങളുടെ വിലയും ഹോട്ടലുകളിലെ ഭക്ഷണ വിലയും സാധാരണക്കാർക്ക് താങ്ങാനാവാത്ത വിധം വൻതോതിൽ ഉയർന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. വിലക്കയറ്റം നിയന്ത്രിക്കുവാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഫലപ്രദമായ യാതൊരു നടപടികളും സ്വീകരിക്കുന്നില്ല എന്ന് AITUC സംസ്ഥാന പ്രസിഡന്റ് TJ ആഞ്ചലോസ് പറഞ്ഞു. കേന്ദ്ര സർക്കാർ ഒന്നിലധികം തവണ ഇന്ധനവില വർദ്ധിപ്പിക്കുകയും ഇന്ധന സെസ്സിൽ കുറവ് വരുത്താൻ സംസ്ഥാന സർക്കാർ തയ്യാറാകാതിരിക്കുകയും ചെയ്യുകയാണ്. ഇതിന്റെ ഫലമായി നിത്യോപയോഗ സാധനങ്ങളുടെ വിലയും ഹോട്ടലുകളിലെ ഭക്ഷണത്തിന്റെ വിലയും സാധാരണക്കാർക്ക് താങ്ങാനാവാത്ത വിധം വൻതോതിൽ ഉയർന്നുവെന്നും ആഞ്ചലോസ് പറഞ്ഞു. കുടുംബ ബജറ്റ് തകർക്കുന്ന പൊതുവിപണിയിലെ വിലക്കയറ്റം തടയുന്നതിന് ഫലപ്രദമായ ഇടപെടൽ നടത്തിയിരുന്ന സപ്ലൈകോ ഇപ്പോൾ നിസ്സംഗത പ്രകടിപ്പിക്കുകയാണെന്നും ആഞ്ചലോസ് പറഞ്ഞു. കേന്ദ്രത്തിൽ നിന്നും സപ്ലൈകോയ്ക്ക് ലഭിക്കാനുള്ള 1000 കോടിയിലധികം രൂപ നേടിയെടുക്കുന്നതിന് സംസ്ഥാന സർക്കാരും കേരളത്തിൽ നിന്നുള്ള പാർലമെന്റ് അംഗങ്ങളും ഇടപെടണമെന്നും ആഞ്ചലോസ് പറഞ്ഞു. CDNet ന്യൂസ്, കായംകുളം.